കണ്ടൊരു വാർത്ത കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഒരു രോഗി മരിച്ചു എന്നുള്ളത്. ഇത് ചെറിയൊരു വിഷയമല്ല കേട്ടോ, ചെറിയൊരു സംഭവമായിട്ട് എനിക്ക് തന്നെ കാണാൻ പറ്റില്ല. കാരണം ഇതൊരു വലിയൊരു വിഷയമാണ്. ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല. അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം. ഞാൻ ഓടി വരുമെന്ന് വിളിച്ചു. എൻ്റെ ഇക്ക അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കിടന്ന് വിളിക്കുന്നുണ്ട്, കൈ ഉയർത്തി കിടന്ന് വിളിക്കാണ്, രക്ഷിക്കണേ, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു, ഓടി ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്നു, പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത്. അകത്ത് പോയപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിലിരുത്താൻ. എന്നിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ്, അപ്പോൾ ഡോക്ടർ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഒന്ന് ആവി കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആ നഴ്സ് വെറുതെ സ്വിച്ചിട്ടിട്ട് ഇങ്ങനെ ആവിയുടെ ഇതിങ്ങ് തരായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്സിജൻ കൊടുത്തില്ല, അതുകൂടെ തരുമോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഓക്സിജൻ്റെ എടുത്ത് തന്നത്. അപ്പം ഞാനിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി അപ്പോഴും ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പിടിച്ചു കൊടുക്കുക, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചുണ്ടൊക്കെ അങ്ങ് കറുത്തു. അപ്പോഴും ഞാൻ പറയാനുണ്ട് ബോധം പോയെന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചപ്പോൾ നഴ്സ് എന്നോട് ചോദിച്ചു എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. 2 വീലറിലാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സീരിയസ് ആയ ഒരാളെ 2 വീലറിലാണോ കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു. അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി. അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി, മൂക്കിൽ നിന്ന് ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് മൂക്കിൽ നിന്ന് പത വരുന്നുണ്ട്, ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല, ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ഇവരെല്ലാവരും കൂടെ പിടിച്ച് ആംബുലൻസിലോട്ട് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ CPR കൊടുക്കുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കാതെ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞു. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് മിനിറ്റുകളോളം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണ്. ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സ നിഷേധിച്ച ഒരു രോഗിക്ക് മരണം സംഭവിച്ചു. CCTV ദൃശ്യങ്ങളിൽ ഈ പറഞ്ഞ ആളെ പേര് ബിസ്മീർ എന്നാണ്, എന്തോ സ്വിഗ്ഗി ഓടുകയാണെന്നാണ് അറിഞ്ഞത്. ആളും ആളുടെ ഭാര്യയും രാത്രി ഒരു ഹോസ്പിറ്റലിൽ, സർക്കാർ ഹോസ്പിറ്റലിൽ വരികയും അവിടെ ഒറ്റ മനുഷ്യനെ ആ ഭാഗത്ത് കാണുന്നില്ല. അപ്പോൾ വന്നിട്ട് ഈ ഭാര്യ, കൂടെയുള്ളത് ഭാര്യയാണ്, ഇവരങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഇയാൾ ഈ ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്നു, ഇരിക്കുന്നു, എന്തൊക്കെയോ വെപ്രാളം കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ, അത് CCTVയിൽ കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. അങ്ങനെ ആ ഭാര്യ എന്താ ചെയ്യേണ്ടത് അറിയാം. അവർ കുറേയൊക്കെയോ നിലവിളിക്കുന്നുണ്ട്, ഭാര്യ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, നെഞ്ച് തടവി കൊടുക്കുന്നുണ്ട്. അയാൾ ഇരിക്കുന്നു, നിൽക്കുന്നു. അങ്ങനെ ഏകദേശം 20 മിനിറ്റോളം 10 മിനിറ്റോളം അവിടെ കിടന്ന് ഇങ്ങനെ നരകിച്ചിട്ടുണ്ടാവും. എന്താണിത്? എന്താ ഇത്? നിങ്ങളൊന്ന് പറ, എന്താ ഇത്? ഇയാളുടെ ഭാര്യയാണ് ഈ സംസാരിക്കുന്നത്. തൻ്റെ ഭർത്താവിന് ശ്വാസം മുട്ടൽ കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ചെന്നാണ്, സർക്കാർ ആശുപത്രിയിൽ കയറി ചെന്നാണ് രാത്രി. അവിടുത്തെ ഡോക്ടറും നഴ്സുമാരും അറ്റൻഡറും അതുപോലെ സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. വീഡിയോ കാണുന്ന ഏതൊരു ആൾക്കും അത് മനസ്സിലാവും. CCTV സത്യമായിട്ടേ കാണിക്കത്തുള്ളൂ. ഹോസ്പിറ്റലിലെ ആൾക്കാർ ബാധിക്കുന്ന കാര്യം എന്താ അറിയോ? അങ്ങനെ ഇല്ല, ചികിത്സ കൊടുത്തു, അങ്ങനെ അത് അവരെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു, അവിടുന്നാണ് മരണം സംഭവിച്ചതെന്നുള്ളതാണ്. പക്ഷേ ഇവിടുന്ന് കൊടുക്കേണ്ട CPRോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അയാൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചേനെ. അവരത് ചെയ്തിട്ടില്ല എന്നുള്ള തെളിവാണ് ഈ CCTV. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഒരു രോഗി അർദ്ധരാത്രി കയറി വന്നിട്ട് അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് 24 hours എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കുന്നത്? പൂട്ടിപ്പൊക്കൂടെ? എൻ്റെ ചോദ്യം അത്, നിങ്ങൾക്ക് പൂട്ടിപ്പൊക്കൂടെ? വേറെ പണിക്ക് പൊക്കൂടെ? ഇതിന് സത്യമായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടി മന്ത്രിയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രിയും ഉടനെ എടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നാട്ടുകാർ കയറി ആ ഹോസ്പിറ്റൽ അടിച്ച് പൊളിച്ച് അവിടുത്തെ ആൾക്കാരെല്ലാം ഓടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് നാളെ ഒരാൾക്കും ഈ അവസ്ഥ വരാൻ പാടില്ല.
പല ഹോസ്പിറ്റലിലും പല പ്രൈവറ്റാണ് ആൾക്കാർ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ തേടുന്ന അറിയോ. പാവങ്ങൾ, അത് അത്യാവശ്യം ഒരു മീഡിയം കുടുംബക്കാർക്ക് ചികിത്സ കിട്ടാനാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ അവർ ആശ്രയിക്കുന്നത്. അത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി ചെന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടല്ലോ, നഴ്സുമാർ നമ്മളോട് സംസാരിക്കുന്ന ബിഹേവിയർ, അറ്റൻഡർമാർ നമ്മൾ സംസാരിക്കുന്ന ബിഹേവിയർ വളരെ മോശമാണ്. 1-2 പേരൊക്കെ മാന്യമായിട്ട് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ കയറി ചെന്നാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എന്തോ ഒരു ഇതിന് വന്ന് അവരോടെന്തോ ഉപദ്രവം, അവർക്ക് നമ്മളെന്തോ ഉപദ്രവം ചെയ്ത പോലെയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും പഠിച്ച് ഒരു ജോലി കയറിയത്? നിങ്ങൾക്ക് വേറെ പണിക്കും പൊക്കൂടായിരുന്നോ? നിങ്ങൾ ആ ജോലിയോടും നിങ്ങൾ പഠിച്ച ആ വിഷയം, അത് നിങ്ങളിപ്പോൾ നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ്, അല്ലെങ്കിൽ ഡോക്ടറേറ്റ്, മെഡിക്കലാണെങ്കിൽ മെഡിക്കൽ, എന്താണ് നിങ്ങൾ പഠിച്ച ആ സംഭവത്തിനോട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു കൂടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യുമായിരുന്നു. ഇങ്ങനെ രോഗി കടന്നു വന്ന് അയാൾക്ക് കൊടുക്കേണ്ട അത്യാവശ്യം ബേസിക് CPR അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ കൊടുക്കുമായിരുന്നില്ലേ? നിങ്ങൾക്ക് ഉറങ്ങണം, രാത്രി ഹോസ്പിറ്റലിൽ പൂട്ടി കിടന്നുറങ്ങണം, എന്നാൽ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ പോലെ. എന്തിനാണ് 24 hours പറഞ്ഞ ഒരു ബോർഡും വെച്ച് നിങ്ങൾ അവിടെ ഇരിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. ഇത് എനിക്ക് വീഡിയോ കണ്ടന്റ് ചെയ്യാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നതല്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഏതൊരു മനുഷ്യന് വീഡിയോ ഒന്ന് ശരിക്കും എടുത്ത് നോക്കി ആർക്കാണ് സഹിക്കാൻ പറ്റുന്നത്? ആ മനുഷ്യൻ കടന്ന് കാണിക്കുന്നത് നിങ്ങൾ കാണില്ലേ? ഒരു മനുഷ്യന് ഇത് കാണാൻ പറ്റുമോ? നിങ്ങളെ വീട്ടിലുള്ള നിങ്ങൾ ആർക്കെങ്കിലും ആണ് ഈ അവസ്ഥ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്കിത് വീഡിയോ കണ്ടൻറ്റാണ്, പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ ഒരു ഡീപ്പ് സംഭവം കൂടെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ പ്രതികരിച്ച് പോകും എന്ന് പറഞ്ഞാൽ പോകും. മുലപ്പാൽ കുടിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും പ്രതികരിച്ച് പോകും. കാരണം അമ്മാതിരിയാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇതുപോലെ ഓരോ സംഭവങ്ങൾ കാണാൻ പ്രതികരിക്കാറുണ്ട്. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന സാധനമല്ല. എൻ്റെ ഇതിൽ ആ ഹോസ്പിറ്റൽ അടിച്ച് പൊളിച്ച് അവിടുത്തെ ആൾക്കാരെ അടിച്ചു ഓടിക്കണം എന്നാണ്. എല്ലാത്തിനും ഡിസ്മിസ്സിൽ, എല്ലാത്തിനും സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കാനോ, എന്നിട്ട് ഇതേപോലെ പിന്നെ ഉണ്ടാക്കാനോ? ഇത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭാര്യ 2 മക്കളുള്ള ഒരാളാണ്, ജീവിക്കാൻ ആഗ്രഹമുള്ള ആളാണ്, 2 മക്കളുള്ള ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇയാൾക്ക് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ആൾക്ക് ചെറുപ്പക്കാരൻ തന്നെയാണ്. ഏറിപ്പോയ 40-45 വയസ്സിന് അടിയിലേ ഉണ്ടാവുള്ളൂ. ഇത് മരിക്കുള്ള പ്രായമൊന്നുമല്ല. അയാൾക്കൊരു കുറച്ച് സമയം അയാൾക്ക് ഒരു ഇത് കൊടുത്തിരുന്നെങ്കിൽ, ഒന്നുമില്ല, ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അയാൾ ഇന്ന് ജീവനോടെ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. ആ ഭാര്യ അനാഥമാവുമായിരുന്നു, ആ മക്കൾ അനാഥമാവുമായിരുന്നു. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടൻറ്റായിട്ട് മാത്രം കാണരുത്. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണിത്. ഇത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്ന് നോക്കണം. അപ്പോഴാണ് അവസ്ഥ. അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരന്മാർക്കോ ഭാര്യക്കോ, നിങ്ങൾ ഓരോരുത്തരുടെ കുടുംബത്തിൽ ഇത് വരണം. അച്ഛനും അമ്മയ്ക്ക്, ഭർത്താവിന്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന്, സഹോദരന്മാർക്കോ അത് വന്ന് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ. എന്ത് മോശമായിട്ട് അവസ്ഥയാണ് ഈ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവർ എക്സ്പ്ലനേഷൻ ഞങ്ങൾ കൊടുത്തു എന്നുള്ളത്. എന്ത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് വെക്കണത്? കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ CCTV സംഭവം കാണുമോ? അവസാനം ഏതോ ഒരാൾ, ആരാന്ന് അറിഞ്ഞൂടെ, ആൾ കയറി വന്ന് അയാളെ പിടിക്കണമൊക്കെ ഉണ്ട്. അതാണ് ഞാൻ കണ്ടത്. എനിക്ക് കണ്ട മനസ്സിലായ കാര്യം. നമ്മൾ ബുദ്ധിയുള്ള ആളുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്താ അവസ്ഥ അല്ലേ? ആലോചിക്കും നിങ്ങൾ. കേരളത്തിൽ നടക്കണത്, ബീഹാറിലോ ഉത്തർപ്രദേശോ ഒന്നുമല്ല. അവിടെയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ അങ്ങനത്തെ കണ്ണിച്ചോയില്ലാത്ത നായ്ക്കളാണ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെയാണോ? ഇവരും വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ നടക്കുന്ന കാര്യം തിരിഞ്ഞു വെക്കാതെ ഒരാൾ മരിച്ചു എന്ന്. ശുശ്രൂഷ, ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ രോഗി മരിച്ചു തന്നെ ഇതിനെടുത്ത് പറയാം. ഇതിന് തക്കതായ ശിക്ഷ കൊടുത്തിരിക്കണം. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. കേരളത്തിൽ ഇപ്പം വല്ലാത്തൊരു അവസ്ഥയായി പോയിട്ടോ. മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ എങ്ങനെ പറ്റുന്ന ആൾക്കാർക്ക് ആലോചിക്കണം. ഇങ്ങനെ രോഗി വന്നിട്ട് അവർക്ക് ചികിത്സ കൊടുക്കാതെ പോകാൻ എങ്ങനെ ആൾക്കാർക്ക് സാധിക്കുന്നു? ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സാധിക്കുന്നു? ഇവരൊന്നും മനുഷ്യരല്ലേ? എനിക്കിത് ഡോക്ടർ, നഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് നിപ്പ ബാധിച്ച് മരിച്ച സിസ്റ്റർ ലിസ്, പേര് മറന്നു കേട്ടോ, സോറി. നിപ്പ ബാധിച്ച് ഒരു രോഗിയെ ശുശ്രൂഷിച്ച് മരിച്ച ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കണ്ടന്റ് ചെയ്താണ്, പക്ഷേ പെട്ടെന്ന് കിട്ടുന്നില്ല അവരുടെ പേര്. അവരെനിക്ക് ഓർമ്മ വന്നത്, അവരുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്താ പറയുക, ഭയങ്കരധികം ഇന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയുണ്ട് സിസ്റ്റർമാർ. സ്വന്തം ജീവൻ വരെ കൊടുത്തിട്ട് രോഗിയെ നോക്കുന്ന ഡോക്ടർമാരും സിസ്റ്റർമാരും വരെ ഉണ്ട്. പക്ഷെ ഇതുപോലത്തെ തന്തയില്ലാത്ത ഡോക്ടർമാരെയും നഴ്സുമാരെയും അവിടുത്തെ ആൾക്കാരെ അടിച്ചോടിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവരും എല്ലാം പറയണത് ഇതുപോലത്തെ ഡാഷ് മക്കളെ, തന്തയില്ലാത്തവരെ. ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇതുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സംസാരിക്കണത്.
എനിക്ക് അത്രയും കണ്ടപ്പോൾ കലി തോന്നി, അത്രയും കലി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കണത്. എന്താ അവസ്ഥയാണിത്? കുറേ ആൾക്കാരില്ലേ വ്ളോഗർമാർ, അത് ഇവരൊക്കെ അവിടെയും ഇവിടെയും പോയി പറയുമ്പോൾ ഇതെന്താ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം എന്താ പറയത്തെ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ മുക്കിലും മൂലയിലും ക്യാമറയും പിടിച്ച് പോകുന്നുണ്ടല്ലോ. മീഡിയക്കാർ 1-2 മീഡിയക്കാരെ ഞാൻ കണ്ടു ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ള. ഒരു വ്ളോഗർമാരോ അല്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെയും ഞാൻ കണ്ടില്ല. എന്താ അവിടെ പോകാൻ ഞാൻ ആരും? ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ മുന്നിൽ പോയിട്ട് നിങ്ങൾ ചെയ്യണം വീഡിയോ, അവിടെ പോയി സംസാരിക്കണം. ആരാണ് ആ ഡോക്ടർ, ആരാണ് ആ നഴ്സ്, ആരാണ് അറ്റൻഡർ, കണ്ടുപിടിച്ച് സംസാരിക്കണം. അവർ കൊടുക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കണം, നമ്മളെ ഉത്തരവാദിത്തമാണ്. ട്രിവാൻഡ്രത്തില്ലേ കുറേ വ്ളോഗർമാർ? നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ ഇറങ്ങി. എനിക്കതേ പറയുള്ളൂ. നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഉള്ള വ്ളോഗർമാർ നിങ്ങൾ ഇറങ്ങി. നിങ്ങൾ അതുപോലെ കുറേ ആൾക്കാർ കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കണം, നിങ്ങൾ ഇറങ്ങി സംസാരിക്കുന്ന ആണുങ്ങളാണെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ സഹോദരനാണ് അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തിലാക്കിയ അവസ്ഥ വന്നാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും? എൻ്റെ ആരുമല്ല മരിച്ചത്, പക്ഷേ എന്തോ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മതം എൻ്റെ മുസ്ലിങ്ങളായതുകൊണ്ടാണോ ഞാൻ അങ്ങനെ? അതൊന്നുമല്ല, നമ്മുടെ മതം ഒന്നുമല്ല നോക്കുന്നത്. ആ മനുഷ്യൻ അവസ്ഥ ശ്വാസം കിട്ടാതെ കടന്ന് പെടയാണ്. ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സാധിക്കാതെ നമുക്കൊരു അവസ്ഥ വന്ന് നോക്കണത്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ശ്വാസം കിട്ടാത്ത ഒരാളുടെ അവസ്ഥ. ജീവന് വേണ്ടി യാചിക്കണം ആ ഭാര്യ കിടന്ന്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അങ്ങോട്ട് ഓടുന്നു, ഭർത്താവിൻ്റെ അടുത്തോട്ട് വരുന്നു, പിടിക്കുന്നു, ഇരുത്തുന്നു, എന്തെല്ലാം കാണിക്കുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു വെക്കുന്നില്ല. ഉറങ്ങണം, അവിടെ ഉള്ളവർ കിടന്ന് ഉറങ്ങണം. ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ആശുപത്രി തുറന്നിട്ടത്, ഉറങ്ങാനേ. പൂട്ടിപ്പൊക്കൂടെ ഞങ്ങൾക്ക്, വീട്ടിൽ പോ ഉറങ്ങാൻ. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യം. നൈറ്റ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ എന്താണ്? നൈറ്റ് ഡ്യൂട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരണം. രാത്രി പണിയെടുക്കുകയാണ് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഞാനും കുറേ പണിയെടുത്തിട്ടുണ്ട് നൈറ്റ് ഡ്യൂട്ടി കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം ഒഴിച്ചിരുന്ന് രോഗികളെ നോക്കുകയാണ് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രോഗി വന്നാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് നൈറ്റ് ഡ്യൂട്ടി. ഞാനൊരു ഹോം നേഴ്സായിട്ട് കുറേ കാലം ജോലി ചെയ്തതാണ്, ഏകദേശം 2 വർഷത്തോളം. രാത്രി ഉറങ്ങാതെ രോഗികളെ നോക്കിയിട്ടുണ്ട്. അൽഷിമേഴ്സ് ബാധിച്ച രോഗികളെ. അവർ മൂത്രമൊഴിച്ച് അവരുടെ തുണി മാറ്റി കൊടുത്തിട്ടും അവരുടെ മലമൂത്രം എല്ലാം നമ്മൾ രാത്രി എല്ലാം ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും രോഗിക്ക് എന്തെങ്കിലും അസുഖം രാത്രി വന്നു കഴിഞ്ഞാൽ അപ്പം വേണ്ട ഇത് കൊടുക്കുകയും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന, ഞാൻ ഡോക്ടർ ദിവസമൊന്നുമല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്തു. ആ സമയത്ത് നിങ്ങൾ വേറെ പണിക്ക് പോകുമല്ലോ വേണ്ടത്. ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ എണീറ്റ് വരണം. നിങ്ങൾ ഉറങ്ങിപ്പോയി, ചിലപ്പോൾ മനുഷ്യരാണ്, അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോവുക ചെയ്യും. എന്നാൽ രോഗി വന്നാൽ നിങ്ങൾ എണീക്കണം. നിങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി പോകുക. നിങ്ങൾ പിന്നെ ആ പണിക്ക് നിൽക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി അവസ്ഥ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ സഹിക്കാൻ പറ്റുക? ഇനി ഇങ്ങനെ സംഭവം ഈ ഭൂമി മലയാളത്തിൽ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇനിങ്ങനെ സംഭവം ഈ ആശുപത്രി കേരളത്തിൽ ഇനി വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആശുപത്രിൻ്റെ ആവശ്യമില്ല. ഇനി അടിച്ച് പൊളിക്കുക. ആണുങ്ങളാണെങ്കിൽ പോയി അടിച്ച് പൊളിക്കുക നിങ്ങൾ ആശുപത്രി. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരോട് പറയണേ ഞാൻ. അവിടെ അല്ലേ ഇപ്പോൾ ആശുപത്രി ഉള്ളത്? സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോയി ആശുപത്രി അടിച്ച് പൊളിക്കുക. നിങ്ങൾ കണ്ടുപിടിച്ച് പോയി പൊളിക്കുക നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ. എന്താ അവസ്ഥ? എനിക്കിത് എന്തോ പോലെ എനിക്കിത് കണ്ടിട്ട്. മൈ ഗോഡ്. ഞാൻ അപ്പോൾ നമ്മളെ കുടുംബത്തിലുള്ള ആളെ ആലോചിച്ച് പോയി. ഇവർക്ക് തന്നെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് പറഞ്ഞാൽ അവർ കേൾക്കണില്ല. ഡോക്ടർമാരും നഴ്സുമാരും തിരിഞ്ഞു. അവസാനം കുറേ കഴിഞ്ഞാൽ ഇവർ വന്ന് കൊടുത്തു എന്നൊക്കെ പറയണത്. ചത്തിനിട്ട് വന്നിട്ട് ജാതകം നോക്കിയിട്ട് എന്താ കാര്യം? വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടോ. ഇത് കുറച്ച് ഇതാണ്. നമ്മളെ കേരളം ശാശ്വത കേരളമാണ്, ആരോഗ്യത്തിൽ മികച്ചതാണെന്നൊക്കെ പറഞ്ഞ് മന്ത്രി എന്തൊക്കെയോ കടന്ന് പറയുന്നുണ്ട്. എന്ത് തേങ്ങ എന്നിട്ട്? എന്ത് തേങ്ങയുള്ളത്? ഇതാണോ അത്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സർക്കാർ ആശുപത്രിയിലുള്ള അവിടുത്തെ ജീവനക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നാണ്. ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. രോഗി വന്നാൽ എന്ത് ചെയ്യാം. നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരുന്ന് കടന്നുറങ്ങല്ല വേണ്ടത് എന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബേസിക് അവയർനെസ് കൊടുക്കണം. മനുഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം കൂടി അവരെ പഠിപ്പിക്കണം. മൃഗങ്ങളല്ല കയറി വരുന്നത് ആട്ടിവിടാൻ. പട്ടിയ പൂച്ചയിലാണ് വരുന്നത്. അതും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യത്വം കൂടി എന്താണെന്നുള്ളത് ഹ്യൂമാനിറ്റേറിയൻ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു ക്ലാസ് അവർക്ക് സെക്ഷൻ വെക്കണം. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എന്താ വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് വരുന്നവരൊക്കെ അവരെ പട്ടിയോ പൂച്ച അല്ലെങ്കിൽ അവരുടെ അടുത്ത് തെണ്ടാൻ വരുന്ന പോലെയാണ് അവരത്. പിച്ചക്കാർ വരുന്ന പോലെ അവരുടെ ആറ്റിറ്റ്യൂഡ്. അവരും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നവരല്ലേ.
സർക്കാർ ആരെ കയ്യിൽ നിന്നൊക്കെ ടാക്സ് എടുക്കുന്നത്? നമ്മളെ കയ്യിൽ നിന്ന്. നമ്മളെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് ടാക്സ് എടുത്തിട്ട് നടത്തുന്ന ആശുപത്രിയും അതുപോലെ ശമ്പളം കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പൈസ. നമ്മളെ പൈസയിൽ നിന്ന് തന്നെയാണ് അവർ ഈ ശമ്പളം വാങ്ങുന്നത്, ഇല്ലേ? ആണ്. അപ്പോൾ അവർക്ക് നമുക്ക് ബേസിക് ട്രീറ്റ്മെൻറ്റ് തരാനുള്ള അവകാശം ഉണ്ട്. അവർ നമ്മുടെ അടുത്ത് ചാടിക്കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചാടിക്കേണ്ട ആവശ്യം? നമ്മൾ ഓസിക്കൊന്നല്ല വരുന്നത്, സർക്കാർ ടാക്സ് കൊടുത്തിട്ട് തന്നെ വരുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഷൈൻ ആണായി ജനിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ അതുകൊണ്ട് പറയാം കേട്ടോ. ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കൂടുതലൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കാനുമില്ല.